ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏഷ്യാനെറ്റ് GigaFibernetൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂവും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ പുതിയ അൺലോക്ക് അൺലിമിറ്റഡ് പ്ലാൻസിനെ പറ്റിയാണ് പറയുന്നത്. ജിയോ ഫൈബറിൻ്റെ പുതിയ ഫ്രീ 30-day ട്രയലും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് പ്ലാൻസും. അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ യൂസ് പോളിസി അനുസരിച്ച് ഒരു 3.3 TB ലിമിറ്റ് ഉണ്ട്. കാരണം ഇൻഡിവിജ്വൽ യൂസിന് അത്രയും ഡാറ്റ വേണ്ടി വരില്ല. ഒരു ബിസിനസ് യൂസിനാണെങ്കിൽ നമ്മൾ SME പ്ലാൻസ് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഏഷ്യാനെറ്റ് അൺലോക്ക് അൺലിമിറ്റഡ് പ്ലാൻസ് കൊണ്ടുവന്നത്. 399 മുതൽ 999 വരെയുള്ള പ്ലാൻസാണ് ഉള്ളത്. അതിലും 30 MBPS മുതൽ 200 MBPS വരെ സ്പീഡും ഉണ്ട്. ഇതിൽ ഡാറ്റ ലിമിറ്റ് വരുന്നത് 3000 മുതൽ 5500 GB വരെയാണ്. ഞാൻ ഏഷ്യാനെറ്റ് GigaFibernet എടുക്കുമ്പോൾ 499 പ്ലാൻ ആയിരുന്നു. അതായത് 50 MBPS ഡൗൺലോഡ് സ്പീഡും 15 MBPS അപ്ലോഡ് സ്പീഡിലും 500 GB ഡാറ്റ. അതിൽ നിന്ന് അൺലോക്ക് അൺലിമിറ്റഡ് പ്ലാനായ 699 ഞാൻ മാറിയത്. 100 MBPS ഡൗൺലോഡ് സ്പീഡും 50 MBPS അപ്ലോഡ് സ്പീഡും അതുപോലെ തന്നെ 4000 GB 4 TB ഡാറ്റയും. ഞാൻ 6 വർഷത്തോളമായി ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു 6 മാസമായി കാണാം ഏഷ്യാനെറ്റ് GigaFibernet മാറിയിട്ട്. അപ്പോൾ ഇത്ര നാളത്തെ ഒരു ലോങ് ടൈം റിവ്യൂ ആണ് പറയുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിൻ്റെ നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവൈലബിലിറ്റി ആണ്. അതായത് മിക്ക സ്ഥലത്തും ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് പ്ലാൻസ് നോക്കുകയാണെങ്കിലും സ്പീഡും അതുപോലെ തന്നെ റേറ്റും നോക്കുകയാണെങ്കിലും അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഒറ്റ പ്ലാൻസിലും സ്പീഡിന് എനിക്ക് ഇഷ്യൂ വന്നിട്ടില്ല. ഏത് പ്ലാനാണോ എടുക്കുന്നത് ആ സ്പീഡ് എനിക്ക് കിട്ടാറുണ്ട്. സർവീസും അതായത് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതും അവർ വേഗം തന്നെ സോൾവ് ചെയ്യാറുണ്ട്. ഇനി കോൺസ് പറയുകയാണെങ്കിൽ മെയിൻ പ്രശ്നം കസ്റ്റമർ കെയർ തന്നെയാണ്. 24/7 കസ്റ്റമർ കെയർ ഒക്കെയാണ്. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ വിളിച്ചാൽ കിട്ടില്ല. ആ ഇഷ്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവർ നമ്മളെ തിരിച്ചു വിളിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഡിസ്കണക്ഷൻ, അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആവും. ജസ്റ്റ് മോഡം റീസ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ റീകണക്റ്റ് ആവാൻ. എന്നാലും അത് കുറച്ച് ടൈം എടുക്കും. പിന്നുള്ളത് സർവീസാണ്. നിങ്ങൾ ലിങ്ക് കണക്ഷൻ, അതായത് ഡയറക്റ്റ് ഏഷ്യാനെറ്റ് കണക്ഷൻ അല്ലാണ്ട് ഏഷ്യാനെറ്റ് ലിങ്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കുള്ള സർവീസ് ഏത് പ്രൊവൈഡറാണോ കൊടുക്കുന്നത്, അതായത് ഏത് ഏജൻറ്റാണോ കൊടുക്കുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെപ്പറ്റി പൊതുവെ മോശം റിവ്യൂസാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് പക്ഷേ ഡയറക്റ്റ് കണക്ഷനാണ്. അതുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ സർവീസ് വലിയ മോശമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ 2.4 GHz വൈഫൈ മോഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം വൈഫൈയിൽ സ്പീഡ് 50 MBPS കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് എത്തർനെറ്റാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും 100 MBPS ഒക്കെ സ്പീഡ് കിട്ടുന്നത്. ഇനി ഡൗൺലോഡിങ്ങിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനിലും തന്നെ 9 to 11 MBPS ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നുണ്ട്. അതും ഞാൻ SSD ആണ് യൂസ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇത്രയും സ്പീഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം റീഡിങ് റൈറ്റിംഗ് സ്പീഡിനനുസരിച്ചിരിക്കും ഡൗൺലോഡ് സ്പീഡും. പിന്നെ നിങ്ങൾ ടോറൻറ്റിൽ നിന്ന് ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ സീഡേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. മാക്സിമം സീഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരുവിധം നല്ല സ്പീഡ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. പിന്നെ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വലിയ സ്പീഡൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്റ്റീം, എപ്പിക് ഗെയിംസ് അതുപോലെ തന്നെ ഒറിജിനിൽ നിന്നൊക്കെ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 10-11 MBPS തന്നെ സ്പീഡ് കിട്ടുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നെറ്റ് ഡിസ്കണക്റ്റ് ആവുന്ന ഇഷ്യൂസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്ര നാൾ ഞാൻ ഏഷ്യാനെറ്റ് യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത് ഒരു പ്രാവശ്യം നെറ്റിന് ഇഷ്യൂസ് ഉണ്ടായി. അത് 3 ദിവസത്തേക്ക് ആ ഇഷ്യൂ ഉണ്ടായി. ആ 3 ദിവസം കഴിഞ്ഞിട്ട് അവരത് ഫിക്സ് ചെയ്തോളൂ. കേരളം മൊത്തം ഈ ഇഷ്യൂ ഉണ്ടായി. ആ സമയത്ത് കസ്റ്റമർ കെയറിൽ വിളിച്ചാലും അവർ തിരിച്ചു വിളിക്കണമെന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ SMS അയക്കാറും തിരിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതാണെന്ന്. അതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി യൂട്യൂബ് പ്ലേ ബാക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 MBPS 8K വീഡിയോ വരെ പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ 8K പ്ലേ ചെയ്യാൻ മാതിരിയുള്ള സിസ്റ്റം സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോവും. That's cool and everything, but the real power still comes from the real computer. 4K വരെ യൂട്യൂബിൽ സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 10-11 MBPS ആണ് കിട്ടുന്നത്. അതിലും ഡൗൺലോഡ് സ്പീഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സെർവറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഓൾറെഡി ഏഷ്യാനെറ്റ് GigaFiber കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും ഈ അൺലോക്ക് അൺലിമിറ്റഡ് പ്ലാൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ല ചോയ്സ് ആണ്. ഇപ്പം നിങ്ങൾ പുതിയൊരു കണക്ഷൻ എടുക്കാനാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നോക്കിയെടുക്കുക. അതിൽ ജിയോ, കേരള വിഷൻ അതുപോലെ തന്നെ എയർടെൽ അതെല്ലാം നല്ല സർവീസ് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം എപ്പോഴും നിങ്ങളുടെ ലോക്കൽ കേബിൾ പ്രൊവൈഡറിനനുസരിച്ചിരിക്കും. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ലിങ്ക് കസ്റ്റമേഴ്സിൻ്റെ കാര്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്